ഹായ് ഫ്രണ്ട്സ്, +2+1 വാലുവേഷൻ ക്യാമ്പ് ഏപ്രിൽ 12 മുതൽ ഏപ്രിൽ 20 വരെ ബ്രേക്കായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് സർക്കുലർ വന്നിരിക്കുകയാണ്. മുന്നേ ബ്രേക്ക് ഉണ്ടായിരുന്നു, പക്ഷേ ഇതിൻ്റെ ഇടയിൽ 2 വർക്കിംഗ് ക്യാമ്പ് നടക്കുന്നതായിട്ടൊക്കെയായിരുന്നു വന്നിരുന്നത്. ഇപ്പോഴതൊക്കെ മാറി ഫുൾ ബ്രേക്കായിട്ടാണ്, അതായത് 9 ദിവസം വാലുവേഷൻ ബ്രേക്കായിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതായത് 9 ദിവസം വാലുവേഷൻ ഉണ്ടാവില്ല. നാളെയും മറ്റന്നാളും കൂടി കഴിഞ്ഞാൽ പിന്നെ 9 ദിവസം വാലുവേഷൻ ഇല്ല. അത്രയും 9 ദിവസത്തിൻ്റെ ഇടയിൽ പൊതു അവധികൾ വരുന്നത് കൊണ്ടാണ് ഈ ബ്രേക്ക് വന്നിരിക്കുന്നത്. പിന്നെ പൊതു അവധി അല്ലാതെ ഇടയിൽ 2 ദിവസമേ വരുള്ളൂ. എങ്കിലും ആ 2 ദിവസവും വാലുവേഷൻ ഇല്ല എന്നാണ്. സെക്കൻഡ് സാറ്റർഡേ, സൺഡേ, വിഷു അങ്ങനെയൊക്കെയുള്ള ദിവസങ്ങളൊക്കെ ഇതിൻ്റെ ഇടയിൽ വരുന്നുണ്ട്. അപ്പോഴേ ഇത്രയും ഇങ്ങനൊരു ഗ്യാപ്പ് വരുമ്പോഴേ പിന്നീട് 21-ാം തീയതി തുടങ്ങുക എന്ന് പറയുമ്പോൾ വാലുവേഷൻ കംപ്ലീറ്റ് ആവാൻ താമസം ഉണ്ടാവും. അപ്പോൾ റിസൾട്ട് വീണ്ടും മുന്നോട്ട് പോകുമോ, മെയ് ലാസ്റ്റ് വീക്കിലേക്ക് പോകുമോ, അല്ല മെയ് 3rd വീക്ക് തന്നെ പ്രഖ്യാപിക്കാൻ പറ്റുമോ? ഇപ്പോൾ മെയ് 3rd വീക്ക് പ്രഖ്യാപിക്കണം എന്നുള്ളൊരു പ്ലാനിങ് ആണ് അറിയാൻ പറ്റിയത്. അതൊക്കെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഫൈനൽ ഡിസിഷനാണെങ്കിലും വാലുവേഷൻ ക്യാമ്പുകളിൽ നിന്നൊക്കെ ടീച്ചേഴ്സ് പറയുന്ന ഇവിടുത്തെ മീറ്റിങ്ങിലൊക്കെ പ്രിൻസിപ്പൽമാർ അറിയിച്ചത് മെയ് 3rd വീക്കോടുകൂടി റിസൾട്ട് പബ്ലിഷ് ചെയ്യണം എന്ന രീതിയിൽ വാലുവേഷൻ മുന്നോട്ട് പോകുന്നു എന്നാണ്. പക്ഷേ ഇങ്ങനെ ബ്രേക്ക് വന്നാൽ ഇപ്പോൾ പ്രത്യേകിച്ച് +1 ഇമ്പ്രൂവ്മെൻറ്റ് കൂടുതൽ പേപ്പർ എഴുതിയിരിക്കുന്ന മാത്തമാറ്റിക്സിൻ്റെയൊക്കെ +2 വാലുവേഷൻ തുടങ്ങുന്നതേ ഉള്ളൂ. ആ മാത്തമാറ്റിക്സൊക്കെ ഡബിൾ വാലുവേഷൻ ഉണ്ട്. ഫസ്റ്റ് വാലുവേഷനാണ് തുടങ്ങുന്നത്, അതിൻ്റെ തന്നെ സെക്കൻഡ് വാലുവേഷനും മാർക്ക് വേരിയേഷൻ വരുവാണെങ്കിൽ 3rd വാലുവേഷനും പോകും. അപ്പോഴെന്തായാലും ആ വാലുവേഷൻ തന്നെ മെയ്യിലേക്ക് നീളുമോ എന്നൊരു സംശയമുണ്ട്. അങ്ങനെയാണെങ്കിൽ റിസൾട്ട് മെയ് 3rd വീക്കിൽ പ്രഖ്യാപിക്കാൻ പറ്റുമോ? പക്ഷേ ഒരുപക്ഷെ അതിനുള്ള നടപടികളൊക്കെ വിദ്യാഭ്യാസ വകുപ്പ് എടുക്കുമായിരിക്കും ഫാസ്റ്റ് ആക്കാനുള്ള. എന്തായാലും ഇന്ന് വന്നിരിക്കുന്ന സർക്കുലർ പ്രകാരം ഈ അടുത്ത 9 ദിവസം, നാളെയും മറ്റന്നാളും കഴിഞ്ഞാൽ 9 ദിവസം ക്യാമ്പ് ബ്രേക്കാണ്. അതിൻ്റെ ഇടയിൽ വർക്ക് ചെയ്യുമെന്ന് പറഞ്ഞ ദിവസവും ചെയ്യില്ല എന്ന രീതിയിലാണ് സർക്കുലർ വന്നിരിക്കുന്നത്. എന്തായാലും വാലുവേഷൻ കുറച്ച് മുന്നോട്ട് പോയാലും വരുമ്പോൾ നല്ല റിസൾട്ട് ഉണ്ടാവട്ടെ. എല്ലാവരും ആഗ്രഹിക്കുന്ന, പ്രതീക്ഷിച്ച, എഴുതിയ മാർക്ക് കൃത്യമായി കിട്ടട്ടെ. നമുക്കതിനു വേണ്ടി പ്രാർത്ഥിക്കാം.